ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് ചപ്പാത്തിയുടെയും പൊറാട്ടയുടെയും അതുപോലെ തന്നെ ഗീ റൈസിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനായ ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലേക്ക് എനേബിൾ ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്കിതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പം ഞാനിവിടെ ആദ്യമായിട്ട് ചെയ്യുന്നത് ഒരു പാൻ എടുത്ത് അതിലേക്ക് നമുക്ക് കറിയിലേക്ക് ആവശ്യമായ മസാലപ്പൊടികളാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 3.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിന് ആവശ്യമായി അത്ര ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ കൂടുതൽ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് ഇവ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് സ്റ്റൗ ചെറിയ തീയിലാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഒരിക്കലും ഇത് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് മസാലപ്പൊടി ചൂടാക്കിയെടുക്കരുത്, അപ്പോൾ അത് കരിഞ്ഞു പോവും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ വ്യത്യാസം വരും, ഒരു കയ്പ്പ് രസം വരും കറിക്ക്. അപ്പം സ്റ്റൗവിൻ്റെ ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ മസാലപ്പൊടി ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാനിവിടെ ഒരു കുക്കറിൽ ഒരു കിലോ ബീഫ് നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ച മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാനിവിടെ 2 തക്കാളി, അതുപോലെ തന്നെ 3 പച്ചമുളക്, കുറച്ച് കറി ലീവ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു സവാള ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഒരു കഷ്ണം ഇഞ്ചി ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കയ്യിലൊതുങ്ങുന്ന അത്ര വെളുത്തുള്ളി, അതേ ഒരളവിൽ തന്നെ ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം. നന്നായിട്ടൊന്നത് മിക്സ് ചെയ്തെടുക്കുക. കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ബീഫ് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. കൂടുതൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ബീഫിൽ തന്നെ വെന്ത് വരുമ്പോൾ നന്നായിട്ട് വെള്ളം ഉണ്ടാവും. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ കുക്കർ സ്റ്റവിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 4-5 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു 5 വിസിൽ വന്നപ്പം സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. കുക്കറിലെ പ്രഷറൊക്കെ പോയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കുക്കർ തുറന്നതിന് ശേഷം ഉണ്ടോ ബീഫൊക്കെ ഇവിടെ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ടുള്ളൂ, എന്നാലും ബീഫിൽ നല്ല ഗ്രേവി ആയിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് സ്റ്റൗ കത്തിച്ച ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നിങ്ങൾക്ക് ഇത്ര ഗ്രേവി വേണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ ബീഫ് കറി ഇവിടെ നന്നായി തിളവന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനിവിടെ 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊന്ന് വറവിട്ടെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ കറിയിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ, വറവിടാനായിട്ട്, അതായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. ഇനി അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുക്കാം.
ഇനി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിത് ബീഫ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക. ഇനി ഒന്നുകൂടി പറയുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.